ഹായ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. വീറ്റ് റോൾ അല്ലെങ്കിൽ ഗോതമ്പ് ദോശ. അതാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഈസി ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ളതാണ്. എല്ലാവർക്കും വീട്ടിൽ തയ്യാറാക്കി കഴിക്കാൻ പറ്റും. അതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. വേണ്ടേ, ഈ കപ്പ് ഇതാണ് മെഷർമെന്റ് കപ്പ്. ഈ കപ്പിന് 1 കപ്പ് ഗോതമ്പ് കൊടുക്കും. വീറ്റ് പൗഡർ, 1/2 കപ്പ് തൈര്. ആ ഗോതമ്പ് പൊടി എടുത്ത് അതേ കപ്പിന് സെയിം കപ്പിന് 1/2 കപ്പ് തൈര്. സെയിം കപ്പിന് 1 കപ്പ് വെള്ളം. കാൽ ടീസ്പൂൺ ഉപ്പ്. ഉപ്പ് അവരവരുടെ ടേസ്റ്റിനനുസരിച്ചിടും. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഒന്ന് കലക്കിയെടുക്കാം. നല്ലപോലെ ഒന്ന് കലക്കിയിടും. ഇനി നമുക്കതിലേക്ക് ഇടേണ്ട 2 സവാള മീഡിയം സൈസ് ചെറുതായി അരിഞ്ഞത് അതിലേക്കിടാം. 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 1 ടീസ്പൂൺ ചാട്ട് മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 കപ്പ് മല്ലിയില, ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഒന്ന് കലക്കണം. വേണ്ട, ഇത്രയും ലൂസേ പാടുള്ളൂ കേട്ടോ. ഇതിൽ കൂടുതൽ ലൂസാക്കണം. ഒരു വിധം ചെറിയൊരു ലൂസേ ഉള്ളൂ. ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ പിന്നെ ചുട്ടെടുക്കുമ്പോൾ ഒരുപാട് ലൂസായി. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. വേണ്ട, പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിത് ഓരോ തവി കോരി ഒഴിച്ച് ഉണ്ടാക്കാം. ഒരുപാട് ഇല പോലെ വരത്തട്ടെ, ഒരു വിധം ഇത്തിരി കട്ടിക്ക് അങ്ങനെയാണ്. ഇപ്പോഴേ ഒഴിച്ചേക്കാം. എണ്ണയോ നെയ്യോ എന്തോന്ന് വെച്ചാൽ വേണ്ടത് ഒഴിക്കാം. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു വശം മുരിഞ്ഞിട്ടുണ്ട്. ഇനി മറ്റേ വശം കൂടെ ഒന്ന് മുരിയിട്ടുണ്ട്. വേണ്ട, മറ്റേ വശം നമുക്ക് വെന്ത് കാണും. വേണ്ട, അടിപൊളി, സൂപ്പർ, നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ എല്ലാം നമുക്ക് ചുട്ടെടുക്കാം. നമ്മുടെ ഗോതമ്പ് ദോശ അല്ലെ വീറ്റ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ടോ, നല്ലപോലെ അതിനകത്ത് ആ പിന്നെ മല്ലിയിലയും ഉള്ളിയെല്ലാം നല്ലപോലെ മൊരിഞ്ഞ് നല്ലതായിട്ട് ഇപ്പോണ്ട്. വളരെ ടേസ്റ്റിയാണ്. ഇതെല്ലാവരും ഇത് വീട്ടിൽ തയ്യാറാക്കണം. ഏത് പ്രശ്നമുള്ളവർക്കും ഏത് അസുഖക്കാർക്കും ഇത് കഴിക്കാം. അത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ രാവിലെയും വൈകിട്ടും ഒക്കെ ഉണ്ടാക്കി കഴിക്കുക. ഏത് സമയവും കഴിക്കാൻ പറ്റുന്ന ഒരു ആഹാരമാണിത്. എല്ലാവരും ഇത് വീട്ടിൽ തയ്യാറാക്കണം. അതുപോലെ തന്നെ ഇതിന് അഥവാ കുറച്ച് വെള്ളം പുളി തൈരാണെങ്കിൽ നല്ല പുളി വളരെ കുറഞ്ഞ തൈര് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. അന്നെങ്കിൽ ഇതിന് ടേസ്റ്റ് കൂടത്തുള്ളൂ. ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ പുളിയില്ലാത്ത തൈര് ചേർക്കണം. പുളിച്ചു പോയാൽ ഇതിൻ്റെ ടേസ്റ്റേ മാറിപ്പോകും. അതുപോലെ തന്നെ വെള്ളം അഥവാ കുറച്ച് കൂടി പോയാൽ തന്നെയും കുറച്ചും കൂടെ പൊടിയിട്ട് മിക്സ് ചെയ്താൽ മാത്രം മതി. വളരെ നല്ലതായിട്ട് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഇത് വീട്ടിൽ തയ്യാറാക്കണം. അതുപോലെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.